മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി ഷോൺ ജോർജ്. SNC ലാവ്ലിൻ കേസിൽ ക്ലീൻ ചിറ്റ് നൽകിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന് പിണറായി വിജയന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായി നിയമനം നൽകി. ആർ മോഹൻ 2008 അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ പിണറായിക്ക് ക്ലീൻ ചിറ്റ് നൽകിയത്. രേഖകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഷോണിന്റെ വെളിപ്പെടുത്തൽ. SNC ലാവ്ലിൻ കേസിൽ പിണറായി വിജയന് ലഭിച്ച കമ്മീഷൻ ഇടപാടുകൾ ഭാര്യയുടെ പേരിലുള്ള സിംഗപ്പൂരിലെ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടേഴ്സ് വഴിയാണെന്ന ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. ഇത് സംബന്ധിച്ച് ഇൻകം ടാക്സ് അന്വേഷണവും നടന്നു. എന്നാൽ അന്വേഷണത്തിൽ ഇത്തരത്തിലൊരു കമ്പനി ഇല്ലെന്നാണ് കണ്ടെത്തലെന്ന് വ്യക്തമാക്കിയ റിപ്പോർട്ട് നൽകിയത് ഇൻകം ടാക്സ് അഡീഷണൽ ഡയറക്ടറായിരുന്ന ആർ മോഹനായിരുന്നു. 2000 ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയത്. ഈ ആർ മോഹൻ പിന്നീട് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലും ഉൾപ്പെട്ടു. സ്പെഷ്യൽ ഓഫീസർ തസ്തികയിൽ ഇപ്പോഴും ആർ മോഹൻ തുടരുകയാണെന്ന് BJP നേതാവ് ഷോൺ ജോർജ് തെളിവുകൾ സഹിതം ആരോപിച്ചു. പേഴ്സണൽ സ്റ്റാഫിൽ 4ാമനായാണ് ഇദ്ദേഹം തുടരുന്നത്. മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അതേ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് വർഷങ്ങളായി, 1-2 അല്ല, വർഷങ്ങളായി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഇരിക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ കൃത്യമായ ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാരസ്മരണയാണ് എന്ന് ഞാൻ സംശയിക്കുന്നു. സ്വാഭാവികമായും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുത്ത റിപ്പോർട്ടിന്മേലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഇടപാടിന്മേലും അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ഞാൻ പരാതി നൽകും. മകൾ വീണ വിജയലിന്റെ എക്സലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ തന്റെ കൈകൾ ശുദ്ധമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പിണറായി വിജയൻ കമല ഇന്റർനാഷണലിന്റെ കാര്യവും പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നായിരുന്നു പിണറായി വിജയൻ പറഞ്ഞിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കമല ഇന്റർനാഷണലിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചതെന്ന് ഷോൺ ജോർജ് പറഞ്ഞു. ഇത്തരത്തിൽ വ്യക്തമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ രാഷ്ട്രീയ ആരോപണങ്ങൾ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി തള്ളിക്കളയുകയാണെന്നും ഷോൺ ജോർജ് കുറ്റപ്പെടുത്തി. ജനം, കൊച്ചി.